അങ്ങനെ കാര്യമായിട്ട് പഠിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ആ സമയത്താണ് കാറ്ററിങ്ങിനൊക്കെ പോയിക്കൊണ്ടിരുന്നത്. അതിനുശേഷം ഒരു റെസ്റ്റോറൻറ്റിൽ വെയിറ്ററായിട്ട് കുറച്ച് നാൾ ജോലി ചെയ്തു. ആശിഷ് ദാസിൻ്റെ വിജയമല്ല, അതൊരു ഫയർമാൻ്റെ വിജയമാണ്. എൻ്റെ പേര് ആശിഷ് ദാസ്. ഇത്തവണത്തെ ഓൾ ഇന്ത്യ സിവിൽ സർവീസ് എക്സാമിനേഷന് എനിക്ക് 291 റാങ്ക് കിട്ടി. IAS സെലക്ഷൻ കിട്ടി. ഈ വെള്ളിയാഴ്ച ഞാൻ മസൂറിയിലേക്ക് ട്രെയിനിങ്ങിന് പോവുകയാണ്. ഒരു ഫയർമാൻ്റെ ജോലി എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് ഇന്നതാണ്, തീ അണയ്ക്കുന്നതാണ് എന്ന് പറയാൻ പറ്റില്ല. ഫയർമാൻ എന്തും ചെയ്യണം. ആ ഒരു സ്പിരിറ്റ് ഓഫ് ഫയർമാൻഷിപ്പ് എന്ന് ഞാൻ കീപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഞാനെന്നും സർവീസിൽ അറിയപ്പെടുക ഫയർമാൻ ടേൺഡ് IAS ഓഫീസർ എന്ന് തന്നെയായിരിക്കും. ഐ എം പ്രൗഡ് ടു ബി എ ഫയർമാൻ. ചില കാര്യങ്ങൾ അങ്ങനെയാണ്. ചെറിയ ലക്ഷ്യങ്ങളിൽ തട്ടി വീണാലും വലിയ ലക്ഷ്യങ്ങൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ടാവും. വീണ്ടും ഓടുന്നവർക്ക് മാത്രം. ഇതൊരു ഉയർത്തെഴുന്നേൽപ്പാണ്. പുതിയ ലോകം, പുതിയ കാഴ്ചകൾ, പാഠങ്ങൾ, പരിശീലനങ്ങൾ, അറിവുകൾ. ഞാൻ എന്നെ തന്നെ സ്ഫുടം ചെയ്തെടുക്കുകയാണ്. അപ്പോൾ കുറേ പേര് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾ കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. ഒരു ഫയർമാൻ ടേൺഡ് IAS ഉദ്യോഗസ്ഥൻ എന്നാണ് ഞാൻ അറിയപ്പെടുന്നത്. അപ്പോൾ ഒരു ഫയർമാൻ കിട്ടുന്ന ബഹുമാനം എത്രത്തോളമാണെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. പ്രത്യേകിച്ച് IAS ഫ്രറ്റേണിറ്റിയിൽ നിന്ന് ആ ഒരു റെസ്പെക്റ്റ് അങ്ങേയറ്റം ഞാൻ ആസ്വദിക്കുന്നുണ്ട്. അത് ഞാൻ എൻ്റെ എല്ലാ ഫയർഫോഴ്സിലുള്ള എല്ലാ സുഹൃത്തുക്കൾക്കും ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ വീട്ടിൽ. എൻ്റെ മാരീഡാണ്. ഭാര്യയും മോളും സൗദിയിലാണ്. ഭാര്യ സൗദിയിലെ നഴ്സാണ്. മോൾക്കിപ്പോൾ 9 മാസം പ്രായമായിട്ടുള്ളൂ. എക്സാമിൻ്റെ സമയത്ത് നമുക്ക് ഫാമിലിയുടെ റെസ്പോൺസിബിലിറ്റീസ് ഒന്നും നോക്കാനുള്ള ടൈമോ ഒരു സാഹചര്യമോ ഉണ്ടായിരുന്നില്ല. ചിലപ്പോൾ നമ്മുടെ മൈൻഡ് സെറ്റൊക്കെ വളരെ മോശമായിരിക്കും. വളരെയധികം ഡിപ്രസ്ഡ് ആയിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ സമയത്തെല്ലാം വളരെയധികം ഒരു പരാതിയോ പരിഭവമോ ഇല്ലാതെ വീട്ടിലെ പ്രശ്നങ്ങളൊന്നും പലപ്പോഴും എന്നെ അറിയിക്കാതെ തന്നെ അവർ മാനേജ് ചെയ്തു. എനിക്കുണ്ടായിരുന്ന എല്ലാ സൗകര്യങ്ങളും അവർ എനിക്ക് തന്നിട്ടുണ്ട്. ആ ഒരു സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും ആ ഒരു വിജയം നേടാൻ സാധിച്ചത്. സിവിൽ സർവീസ് ഒരിക്കലും അച്ചീവ് ചെയ്യാൻ പറ്റാത്തൊരു സ്വപ്നമൊന്നുമല്ല. സാധാരണക്കാർ തന്നെയാണ് സിവിൽ സർവീസ് ക്ലിയർ ചെയ്യുന്നത്. അല്ലാതെ വളരെ ഗിഫ്റ്റഡ് ആയിട്ടുള്ള ആളുകളോ എല്ലാവരും ഉണ്ടാകും. പക്ഷേ സാധാരണക്കാർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന സ്വപ്നം തന്നെയാണ്. ഇത്തവണത്തെ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷങ്ങളിലായിട്ടുള്ള ലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരും സാധാരണ ഫാമിലിയിൽ നിന്ന് വന്നവരും വലിയ വിദ്യാഭ്യാസ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തവരും ഒക്കെ ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. 2006 ഞാൻ ഡിഗ്രിക്ക് വേണ്ടിയിട്ട് ബാംഗ്ലൂർ പോകുന്നത്. 2009 വരെ അവിടെയായിരുന്നു. എനിക്കൊരു പാഷൻ കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ഞാൻ പ്രതീക്ഷിച്ചതൊന്നും എനിക്കൊരു സ്വപ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്ന ജോലി ചെയ്യണം, ഇന്നടത്ത് പോകണം, അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഞാനവിടെ ചെന്നിട്ട് എനിക്ക് റാഗിങ്ങിൻ്റെയൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. ഒരു മോശം എക്സ്പീരിയൻസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ആ ഒരു ഫീൽഡിൽ എനിക്ക് നിൽക്കാൻ തോന്നിയില്ല. 2009 ഗ്രാജുവേറ്റ് ആയതിനു ശേഷം ഞാൻ അവിടുന്ന് ഇറങ്ങി. ഞാൻ ആ ഫീൽഡിലോട്ട് തിരിച്ചു പോകുന്നില്ല എന്ന് തീരുമാനിച്ചു. അതിനുശേഷം കുറേ ജോലികൾ പലപ്പോഴായിട്ട് ചെയ്യാൻ വിചാരിച്ചു. മർച്ചൻ്റ് നേവിയുടെ ഒരു കോഴ്സ് ഉണ്ടായിരുന്നു, അത് ചെയ്തു. ആ സമയത്താണ് ഫയർഫോഴ്സിലോട്ടുള്ള ടെസ്റ്റ് വരുന്നത്. ആ ടെസ്റ്റ് അങ്ങനെ ചെയ്തു. അപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എനിക്കൊരു പോളിസി ഉണ്ടായിരുന്നു, വീട്ടുകാരെ പരമാവധി ബുദ്ധിമുട്ടിക്കരുത്, നമ്മുടെ ചിലവുകളെല്ലാം നമ്മൾ തന്നെ നോക്കണം. അപ്പോൾ ഒരു 15 വയസ്സ് തൊട്ട് തന്നെ എൻ്റെ ചിലവിനുള്ള ഇൻകം ഞാൻ തന്നെ കണ്ടെത്തുമായിരുന്നു. ആദ്യം ട്യൂഷൻ പഠിപ്പിക്കുമായിരുന്നു. അതിനുശേഷം ഫ്രണ്ട്സ് എല്ലാവരും കൂടി കാറ്ററിങ് പ്രോഗ്രാംസിന് പോകുമായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് പകുതി കൂടുതൽ സമയം ഞാൻ നാട്ടിലായിരുന്നു. അങ്ങനെ കാര്യമായിട്ട് പഠിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ആ സമയത്താണ് കാറ്ററിങ്ങിനൊക്കെ പോയിക്കൊണ്ടിരുന്നത്. അതിനുശേഷം ഒരു റെസ്റ്റോറൻറ്റിൽ വെയിറ്ററായിട്ട് കുറച്ച് നാൾ ജോലി ചെയ്തു. പിന്നീട് ബാംഗ്ലൂർ ഒരു IT കമ്പനിയിൽ ഒരു ക്വാളിറ്റി അനലിസ്റ്റായിട്ട് 1 വർഷത്തോളം ജോലി ചെയ്തു. അതിനുശേഷം നാട്ടിൽ വന്നിട്ട് കുറച്ച് നാൾ ഫോക്സ് വാഗനിൽ സെയിൽസ്മാനായിട്ടുണ്ടായിരുന്നു. HDFCയിൽ ഇൻഷുറൻസ് ഏജൻറ്റായിട്ടുണ്ടായിരുന്നു. അതേപോലെ ഇൻഡസിൻ്റെ ബാങ്കിൽ ക്ലർക്കായിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് ഫയർഫോഴ്സിൻ്റെ അപ്പോയിൻമെൻറ്റ് ഓർഡർ വന്നു. തിരിച്ച് ഫോഴ്സിൽ കയറി. കുട്ടിക്കാലം മുതൽ ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. ഒരു എബോ ആവറേജ് പെർഫോമൻസ് ഞാൻ ഇതുവരെ കാഴ്ചവെച്ചിട്ടില്ല. തരക്കേടില്ലാതെ പെർഫോം ചെയ്തത് SSLCക്കായിരുന്നു. ഡിസ്റ്റിങ്ഷൻ ഉണ്ടായിരുന്നു ആ സമയത്ത്. അതിനുശേഷം പിന്നീട് ഒരിക്കലും ആ ലെവലിലോട്ട് എനിക്ക് പെർഫോം ചെയ്യാനോ പഠിക്കാനോ ഒന്നും പറ്റിയിട്ടില്ല. പഠിത്തത്തിലുള്ള ഇൻട്രസ്റ്റ് വിട്ടുപോയി എന്ന് തന്നെ പറയാം. ലക്ഷ്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്തെങ്കിലുമൊക്കെ ഒരു ജോലി മേടിച്ച് എവിടെയെങ്കിലുമൊക്കെ ഒതുങ്ങി കൂടുക എന്നുള്ളതിൻ്റെ അപ്പുറത്തൊരു ആഗ്രഹങ്ങളും ഉണ്ടായിരുന്നില്ല. പിന്നീടെല്ലാം ഫസ്റ്റ് ക്ലാസ്, സെക്കൻഡ് ക്ലാസ് അങ്ങനെ താന്നുകൊണ്ടിരുന്നു. ഒരു ഫയർഫോഴ്സിൻ്റെ ലിസ്റ്റിനകത്ത് തന്നെ ഞാൻ വീഴുന്നത് കട്ട് ഓഫ് ജസ്റ്റ് ക്രോസ് ചെയ്തിട്ടാണ്. ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇതാണ് എൻ്റെ പപ്പ. കഴിഞ്ഞൊരു 30 വർഷത്തോളം സൗദിയിലായിരുന്നു. അവിടെ വന്നിട്ട് വളരെയധികം ബുദ്ധിമുട്ടേറിയ ജോലിയായിരുന്നു. അപ്പോൾ അവിടെ നിന്നാണ് എന്നെ പഠിപ്പിച്ച് വളർത്തിയത്. അപ്പോൾ എന്നെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കഷ്ടപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു എന്നെ ഒരു IAS കാരനാക്കണമെന്ന്. ഞാൻ ഒരിക്കൽ പോലും അത് അംഗീകരിച്ചില്ല. അതിന് വേണ്ടിയിട്ട് ഞാൻ പ്രവർത്തിച്ചതുമില്ല.
അപ്പം IAS എനിക്ക് താല്പര്യമുണ്ട്, ഞാൻ ഒന്ന് ശ്രമിക്കാൻ പോകുന്നു എന്നൊരു കാര്യം പറഞ്ഞപ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ അഭിമാനിച്ചത് പപ്പയായിരുന്നു. അപ്പം ആദ്യമായിട്ട് കേരള സ്റ്റേറ്റ് അക്കാഡമിയിൽ കോച്ചിങ്ങിനായിട്ട് ഞാൻ പോകുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കണ്ണ് നിറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പുള്ളിയുടെ കണ്ണ് നിറഞ്ഞ് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. അപ്പോൾ അതൊരു വലിയ ഇൻസ്പിറേഷനായിരുന്നു. അപ്പോൾ അന്ന് എന്നെ വിളിച്ച് പറഞ്ഞു, ഞാൻ ഗൾഫിൽ തന്നെ നിൽക്കാം. 65-66 വയസ്സുണ്ടായിരുന്നു അന്ന്. ഗൾഫിൽ തന്നെ നിൽക്കാം, നീ പഠിച്ച് തീരുന്നിടം വരെ ഞാൻ ഇവിടെ തന്നെ നിന്നോളാമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ സമ്മതിച്ചില്ല. അങ്ങനെയാണ് അദ്ദേഹം വന്നത്. ആ ഒരു നിമിഷം അങ്ങേയറ്റം ഒരു ഇൻസ്പിറേഷൻ തന്നൊരു നിമിഷമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് കുറച്ച് അഭിമാനമൊക്കെ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സെലക്ഷൻ കിട്ടിയിട്ടിപ്പോൾ 2 മാസമായി. 1 മാസത്തോളമായി IAS ആണ് എന്നറിഞ്ഞതിന് ശേഷം. ശരിക്കും ഇവിടുന്ന് റിലീവ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, പുതിയ സർവീസിലോട്ടാണ്. സർവീസൊന്നും കിട്ടത്തില്ല. പക്ഷേ എൻ്റെ അടുത്ത് ഒരുപാട് പേര് പറഞ്ഞു റിസൈൻ ചെയ്ത് വീട്ടിൽ ഇരിക്കും, റെസ്റ്റ് എടുക്കുമെന്ന് പറഞ്ഞു. പക്ഷേ ഞാനതിന് വില്ലിങ് ആയിരുന്നില്ല. ഫയർഫോഴ്സിൽ എനിക്ക് വർക്ക് ചെയ്യാൻ കിട്ടുന്ന അവസാനത്തെ മൊമെൻറ്റ് വരെ എനിക്ക് ഇതിൻ്റെ കൂടെ നിൽക്കണം എന്നുണ്ടായിരുന്നു. ഞാനൊരു മിഷനുമായിട്ടാണ് ഇങ്ങോട്ട് വന്നത്. കോവിഡ് ഡ്യൂട്ടിക്ക് ഇടയ്ക്കാണ് ഞാനിവിടെ വന്ന് കയറുന്നത്. അപ്പോൾ അതിനകത്ത് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എൻ്റെ ബിറ്റ് ഞാൻ ചെയ്യണം എന്നൊരാഗ്രഹം എനിക്കുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ചെയ്തത്. മാത്രമല്ല, നമ്മൾ കൂടെ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാർക്കും ഒരു മൊറൈൽ ബൂസ്റ്ററാണ്. അപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. പൊതുവേ ഒരു ആറ്റിറ്റ്യൂഡ് ഞാൻ കണ്ടിട്ടുണ്ട് ഫയർഫോഴ്സിലെ, അല്ലെങ്കിൽ കാക്കിയിടുന്ന ജോലി അല്ലെങ്കിൽ ബ്ലൂ കോളർ ജോലി വളരെ മോശമാണ്, വൈറ്റ് കോളർ ജോലി മാത്രമേ നല്ലതുള്ളൂ, എല്ലാവരും ഇതിൽ നിന്ന് രക്ഷപ്പെടാനാണ് ശ്രമിക്കുന്നത്. അങ്ങനെയല്ല, എല്ലാ ജോലിക്കും അതിൻ്റേതായിട്ടുള്ള മഹത്വമുണ്ട്. ഫയർഫോഴ്സിൻ്റെ അങ്ങേയറ്റം ഗ്ലോറിഫൈഡ് ആയിട്ടുള്ളൊരു ജോലിയാണ്. അപ്പോൾ ആ ഒരു മെസ്സേജ് കൂടി ഞാൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ എക്സ്ട്രീംലി എൻജോയ് ചെയ്യുന്നുണ്ട് അതിനകത്ത് ഓരോ നിമിഷങ്ങളും, ഓരോ വർക്കും. എന്താണെന്നുണ്ടെങ്കിലും സർവീസ് തന്നെയാണ്. ഇതെൻ്റെ അമ്മ സെൻറ്റ് ജൂഡ് സ്കൂളിലെ ഹെൽപ്പറായിരുന്നു. കുട്ടിക്കാലം തൊട്ടേ ഞാനും അമ്മയും കൂടിയായിരുന്നു. വീട്ടിലും ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് രണ്ടുപേരും. അപ്പോൾ ആ ഒരു സ്നേഹവും കെയറും ഒക്കെ എനിക്ക് കാര്യമായിട്ട് കിട്ടിയത് അമ്മയിൽ നിന്നാണ്. എല്ലാ സപ്പോർട്ടും ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ മോൻ പറഞ്ഞത് തന്നെ, എൻ്റെ മോനാണ് എല്ലാം. മോനില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാനില്ല. അത്രയ്ക്ക് ഏത് കാര്യത്തിനും എല്ലാത്തിനും ചെന്ന് അഭിപ്രായങ്ങൾ ചോദിക്കാനും പറയാനും എല്ലാം മോൻ്റെ ആവശ്യങ്ങളും കാര്യങ്ങളും എല്ലാം വന്ന് എന്നോട് പറയും. ഞങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യുകയും വിഷമങ്ങളുണ്ടാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയും എല്ലാം ചെയ്ത് മോനാണ് എനിക്ക് കൂടുതൽ പറയാൻ വാക്കുകളില്ല. എൻ്റെ മോനുണ്ടായതുകൊണ്ടാണ് ഇത്രയും ഞാൻ ഈ നിലയിൽ എത്തിയത് പോലും. അതുപോലെ മോനൊരു വിഷമം വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ അവൻ്റെ പുറകെ അങ്ങ് നടക്കും. അവന് ഹാപ്പി ആവുന്നതുവരെ അവൻ്റെ പുറകെ നടക്കും, ഓരോന്നും പറഞ്ഞ് അവൻ്റെ വിഷമങ്ങൾ മാറ്റാൻ തക്കോണം. ഫയർഫോഴ്സിൻ്റെ ട്രെയിനിങ്ങിൻ്റെ ഇടയ്ക്ക് വെച്ച് നടന്ന ബെസ്റ്റ് ഇൻഡോർ കേഡറ്റ് എക്സാമിനകത്താണ് ആദ്യമായിട്ട് ഫസ്റ്റ് റാങ്ക് വാങ്ങി. എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും എന്നൊരു കോൺഫിഡൻസ് എനിക്ക് വരാൻ തുടങ്ങിയത്. അതിൻ്റെ ഒരു കൾമിനേഷനാണ്. എന്നാൽ കുറച്ചുകൂടി ചലഞ്ചിങ് ആയിട്ടുള്ള എന്തെങ്കിലും ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് സിവിൽ സർവീസ് 2-3 വർഷത്തെ ബ്രേക്കിന് ശേഷം ഞാൻ ഓപ്റ്റ് ചെയ്തത്. 5ാമത്തെ അറ്റംപ്റ്റിലാണ് ഞാൻ ക്ലിയർ ചെയ്തത്. ആദ്യത്തെ 3 വർഷം പ്രിലിമിനറി ക്ലിയർ ചെയ്തിട്ടില്ലായിരുന്നു. 4ാമത്തെ വർഷം ഇൻ്റർവ്യൂ സ്റ്റേജ് വരെ എത്തിയിരുന്നു. ഇൻ്റർവ്യൂ 23 മാർക്കിന് ഫൈനൽ കട്ട് മിസ് ചെയ്തു. 5ാമത്തെ അറ്റംപ്റ്റിലാണ് 3 സ്റ്റേജുകളും സക്സസ്ഫുള്ളി ക്ലിയർ ചെയ്തത്. ആ യാത്ര കുറച്ച് ബുദ്ധിമുട്ട് കലർന്ന് തന്നെയായിരുന്നു. ഫെയിലിയേഴ്സിനെയൊക്കെ ഓവർകം ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ സ്റ്റിൽ ഞാൻ മോട്ടിവേറ്റഡ് ആയിരുന്നു. എനിക്ക് എന്തെങ്കിലുമൊക്കെ ആ ലക്ഷ്യത്തിലോട്ട് എത്താൻ വേണ്ടിയിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം എന്നിലുണ്ടാകാൻ വേണ്ടിയിട്ടുള്ളൊരു പാഷൻ എൻ്റെ ഉള്ളിൽ എപ്പോഴൊക്കെ ബേൺ ചെയ്ത് കിടക്കുന്നുണ്ടായിരുന്നു. അതായിരിക്കാം എന്നെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഫെയിലിയർ കൊണ്ട് വീഴാതിരിക്കുക. ഫെയിലിയറിൻ്റെ അവസാനം സക്സസ് തന്നെയാണ്. എവിടെയൊക്കെയോ പറഞ്ഞു കേട്ടിട്ടുള്ളത് പോലെ എവറിത്തിങ് വിൽ ബി ഫൈൻ ഇൻ ദ എൻഡ്. ഇഫ് ഇറ്റ് ഇസ് നോട്ട് ഫൈൻ, ഇറ്റ് ഇസ് നോട്ട് ദ എൻഡ്. ഞാനിപ്പോൾ നിലവിൽ ജോലി ചെയ്യുന്നത് പത്തനാപുരം അഗ്നിരക്ഷാ നിലയത്തിലാണ്. 2015 ഡിസംബർ 31 സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്തപ്പോൾ തൊട്ട് ഞാൻ കൂടെയുണ്ട്. ഇടയ്ക്ക് കുറച്ച് കാലം ഒരു 1.5 വർഷത്തോളം ഞാൻ ലീവിലായിരുന്നെങ്കിൽ പോലും ഞാൻ തിരിച്ച് ഇങ്ങോട്ട് തന്നെയാണ് വന്നത്. ലീവ് കഴിഞ്ഞിട്ട് തിരിച്ച് വരുമ്പോൾ എനിക്ക് മറ്റേതെങ്കിലും ഒരു നിലയത്തിൽ, വീടിനടുത്തുള്ള ഏതെങ്കിലും ഒരു നിലയത്തിൽ ജോയിൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. അന്ന് അരുൺ അൽഫോൺസ് സാർ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, ഇഷ്ടമുള്ള നിലയത്തിൽ വേക്കൻസി ഉള്ളിടത്ത് ജോയിൻ ചെയ്തോ എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ പത്തനാപുരം നിലയത്തിൽ നിന്ന് ഇറങ്ങിപ്പോകണം എന്നൊരു ആഗ്രഹം എൻ്റെ മനസ്സിലുള്ളത് കൊണ്ട് ഞാൻ പത്തനാപുരം തന്നെയാണ് ചൂസ് ചെയ്തത്. പത്തനാപുരത്ത് തന്നെ വന്ന് റീജോയിൻ ചെയ്ത് ഇവിടെ തന്നെ കൂടുമായിരുന്നു. ഇതൊരു ജോലി സ്ഥലമായിട്ട് എനിക്കിതുവരെ തോന്നിയിട്ടില്ല. കൂട്ടുകാരുടെ കൂടെ വന്നിരിക്കുന്ന വളരെ എൻകറേജിങ് ആയിട്ടുള്ള, വളരെയധികം എൻജോയ്മെൻ്റ് ഉള്ള ഒരു സ്ഥലമായിട്ട് തോന്നിയിട്ടുള്ളൂ. ഇവിടുന്ന് വരുന്ന ഫയർ കോളുകളാണെങ്കിൽ തന്നെ ഒരു വെക്കേഷന് പോകുന്ന, ഒരു ട്രിപ്പിന് പോകുന്നൊരു മൂഡിലാണ് ഞങ്ങളെല്ലാവരും അറ്റൻഡ് ചെയ്യുന്നത്. അത്രയ്ക്കും വളരെ എൻകറേജിങ് ആയിട്ടുള്ള, വലിയ അസൂയോ കുശുമ്പോ ഒന്നുമില്ലാത്ത, പരസ്പരം എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന നല്ലൊരു സ്റ്റേഷനാണ് പത്തനാപുരം. ഞാൻ
വിളക്കുടിയിൽ ഒരു ഡിസിൻഫെക്ഷൻ നടത്തുന്ന ഒരു ഫോട്ടോ പത്രത്തിൽ വന്നിരുന്നു. പത്രത്തിൽ വന്നത് ഓൾ ഇന്ത്യ സിവിൽ സർവൻസിൻ്റെ ഗ്രൂപ്പിലൊക്കെ വന്നിരുന്നു. അപ്പോൾ അവിടെയെല്ലാം ഞാനിപ്പോൾ അറിയപ്പെടുന്നത് ഫയർമാൻ ടേൺഡ് IAS ഓഫീസർ എന്നാണ്. ഒരു IASകാരൻ എന്നതിൻ്റെ അപ്പുറത്ത് ഒരു ഫയർമാൻ എന്നുള്ളൊരു റെസ്പെക്റ്റ് എനിക്ക് കിട്ടുന്നുണ്ട്. ഞാൻ അതിനകത്ത് വളരെയധികം ഹാപ്പിയാണ്. ഫയർഫോഴ്സിലെ എക്സ്പീരിയൻസ് എനിക്ക് ഒരുപാട് തിരിച്ചറിവുകൾ തന്നു, ഒരുപാട് ജീവിതങ്ങൾ കാണാൻ പറ്റി, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റി. ഇൻ്റർവ്യൂവിൽ UPSC ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു, ഒരു ഫയർമാൻ്റെ ജോലിയാണോ ഒരു IASകാരൻ്റെ ജോലിയാണോ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട്, നിങ്ങളെന്ത് തോന്നുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, രണ്ട് ജോലിക്കും അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. ഒരു ഫയർമാൻ ജീവൻ പണയം വെച്ച് ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഒരു IASകാരൻ നേരിടേണ്ടി വരുന്നത് ഒരു പക്ഷേ പൊളിറ്റിക്കൽ പ്രഷറോ അല്ലെങ്കിൽ വർക്ക് ലൈഫ് ബാലൻസോ ഒക്കെ ആയിരിക്കാം. അപ്പോൾ രണ്ടിനും അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്, അതിൻ്റേതായിട്ടുള്ള മഹത്വമുണ്ട്. അതേപോലെ എനിക്ക് ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ നടക്കുന്ന ഇൻ്റർവ്യൂവിൻ്റെ ട്രെയിനിങ് നടക്കുന്ന സമയത്ത് ഞാൻ ഐലൻഡ് IAS അക്കാഡമിയിൽ അവിടുത്തെ ഡയറക്ടർ ഷിനാസ് എന്ന് പറയുന്നൊരു ഇക്കയുമായിട്ടായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു, എനിക്ക് എന്ത് ക്വാളിറ്റിയാണുള്ളത് ബാക്കിയുള്ള ഇത്രയും എലിജിബിളായിട്ടുള്ള കാൻഡിഡേറ്റിൻ്റെ മുമ്പിൽ അവരുടെ കൂടെ ഇരുന്നിട്ട് ഞാനും ഇതിന് ഡിസർവിങ് ആണെന്ന് ഇൻ്റർവ്യൂ ബോർഡിനെ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിനക്ക് എന്ത് ക്വാളിറ്റിയാണുള്ളത്? അപ്പോൾ ഇക്ക പറഞ്ഞാൽ നീ ഒരു ഫയർമാനാണ്, നീ ത്രൂ ഔട്ട് ഒരു ഫയർമാൻ തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞാൽ മതി. അത് തന്നെയാണ് നിനക്കുള്ള ഏറ്റവും വലിയ ക്വാളിറ്റി. ഒരു ജീവിതകാലം മൊത്തം ഫയർമാൻ്റെ എല്ലാ സ്പിരിറ്റുമുള്ളൊരു IASകാരനായിരിക്കും എന്ന് നീ പ്രൂവ് ചെയ്താൽ മതി. കഴിഞ്ഞ തവണ എനിക്കത് പറ്റിയില്ല. ഞാൻ സംസാരിക്കുന്നതിനകത്തൊക്കെ കാര്യമായിട്ട് എനിക്ക് നന്നായിട്ട് സംസാരിക്കാനൊന്നും പറ്റിയില്ല. പക്ഷേ ഇത്തവണ ഞാൻ ഈ ഒരു മെത്തേഡാണ് ഞാൻ ഫോളോ ചെയ്തത്. ത്രൂ ഔട്ട് ഞാൻ പറഞ്ഞിരുന്നത് ഞാനൊരു നല്ല ഫയർമാനാണ്. ആ ഒരു ഫയർമാൻ എന്നുള്ള നിലയിൽ ഞാനൊരു അഡ്മിനിസ്ട്രേഷൻ സർവീസിന് ഒരു മുതൽക്കൂട്ട് തന്നെ ആയിരിക്കും എന്നെനിക്ക് തെളിയിക്കാൻ പറ്റി. ഇൻ്റർവ്യൂ വളരെ നന്നായിരുന്നു. ഇൻ്റർവ്യൂവിന് ബോർഡിലുണ്ടായിരുന്ന രാജീവ് സദാനന്ദൻ IAS സാറ് എന്നെ വിളിച്ചിട്ട് അഭിനന്ദനങ്ങൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു. റിസൾട്ട് വന്നതിന് ശേഷം അദ്ദേഹം പറഞ്ഞിരുന്നു ബോർഡ് ഒന്നടങ്കം ഇൻട്രസ്റ്റ് ആണ്. അതൊരു ആശിഷ് ദാസിൻ്റെ വിജയമല്ല, അതൊരു ഫയർമാൻ്റെ വിജയമാണ്. ഒരു ഫയർമാൻ എന്നുള്ളൊരു സ്പിരിറ്റ് എല്ലാവരും അംഗീകരിക്കുന്നത് കൊണ്ടാണ്. അതിനകത്ത് ഞാൻ അങ്ങേയറ്റം അഭിമാനിക്കുന്നുണ്ട്. ഇപ്പോൾ സർവീസിലിരിക്കുന്ന പലതരം ഗവൺമെൻറ് സർവീസുകളിലോ അല്ലെങ്കിൽ പ്രൈവറ്റ് സർവീസിലോ ഒക്കെ ഇരിക്കുന്ന ആൾക്കാരുണ്ടാകും. പക്ഷേ ഒരിടത്ത് നമുക്ക് തൃപ്തിയില്ലാതെ നമ്മൾ പെർഫോം ചെയ്യാതെ നമുക്ക് മറ്റൊരിടമാണ് നമ്മുടെ സ്വർഗം എന്ന് നമ്മൾ വിചാരിക്കുന്നത് മണ്ടത്തരമാണ്. നമ്മളവിടെ ചെല്ലുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന സ്റ്റാറ്റസോ ഗ്ലാമറോ അതിൻ്റെയൊക്കെ അപ്പുറത്തൊരു ലൈഫ് അവിടെ ഉണ്ടാകണം എന്നില്ല. നമ്മളിവിടെ ഹാപ്പിയാണെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുമെങ്കിൽ നാളെ മറ്റൊരിടത്തും നമ്മൾ ഹാപ്പി തന്നെ ആയിരിക്കും. നമ്മുടെ ജീവിതത്തിൻ്റെ മീനിങ് ഒരു എക്സാം വെച്ചിട്ടോ ഒരു ജോലി വെച്ചിട്ടോ നമ്മൾ മെഷർ ചെയ്യരുത്. നമ്മളിപ്പോൾ ആരായിരിക്കുന്നു, നമ്മളിപ്പോൾ എന്ത് സർവീസാണ് കൊടുക്കുന്നത്, നമ്മളൊരു അധ്യാപകനായിക്കോട്ടെ, ഒരു ഫയർമാൻ ആയിക്കോട്ടെ, ഒരു ഡോക്ടർ ആയിക്കോട്ടെ, നമ്മളെല്ലാവരും ജനങ്ങൾക്ക് വേണ്ടി തന്നെയാണ് സർവീസ് ചെയ്യുന്നത്. ഒരു കച്ചവടക്കാരനായിക്കോട്ടെ, ആരാണെങ്കിലും ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. എല്ലാവരും നാഷണലിസ്റ്റുകളാണ്, എല്ലാവരും പാട്രിയോട്ടുകളാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ നിലയിൽ നിന്നുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളതിനകത്ത് ഹാപ്പി ആവുക. മറ്റൊരിടത്തോട്ട് നമ്മൾ പോകണ്ട എന്നല്ല, നമുക്ക് മറ്റൊരിടത്തോട്ട് പോകാം. പോകുമ്പോഴും അതേ സ്പിരിറ്റ് നമ്മൾ കാത്തു സൂക്ഷിക്കാൻ ശ്രമിക്കുക എന്നാണ് എല്ലാവർക്കും എനിക്ക് കൊടുക്കാനുള്ള മെസ്സേജ്.